ഹായ് സുഹൃത്തുക്കളെ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോ എന്നൊന്നും പറയാൻ കഴിയില്ല, ആദ്യമായിട്ട് ഒരു വീഡിയോ നേരെ ഇടുന്നതാണ്. യൂട്യൂബ് ജേണി തുടങ്ങിയിട്ട് കുറേ വർഷമായി, പക്ഷേ ഷോർട്സും വീഡിയോസ് ഇടാൻ തുടങ്ങുന്നത് ഇപ്പോൾ ഈ അടുത്താണ്. വീഡിയോസ് ഇട്ടത് ഇന്നായിരിക്കും നല്ലൊരു വീഡിയോ ഇടാൻ പോകുന്നത്. മുമ്പിട്ട് വെറുതെ ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോകുമ്പോൾ ഇടുന്നതാണ്. അപ്പോൾ തെറ്റല്ലുണ്ടെങ്കിൽ ക്ഷമിക്കണം, ആദ്യമായിട്ട് തുടങ്ങിയതിൻ്റെയാണ്. പിന്നെ ഷോർട്സിന് എനിക്ക് കുറച്ച് വ്യൂസ് കിട്ടാൻ തുടങ്ങി. വീഡിയോ ഇനി ഇട്ട് നോക്കണം. നിങ്ങളുടെ സപ്പോർട്ടെല്ലാം ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ക്ലിക്കായി വരൂ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ ഒരു കാസർഗോഡുകാരിയാണ്, അപ്പോൾ അതിൻ്റെ ഭാഷയിൽ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ പിന്നെ നിങ്ങൾ എല്ലാം മാക്സിമം സഹിക്കുക, അത്ര തന്നെ. ഞാൻ മനസ്സിലാവുന്ന പോലെ നിങ്ങൾക്ക് മലയാളത്തിൽ, എൻ്റെ മലയാളത്തിൽ ഞാൻ പറഞ്ഞു തരും. എന്നാലും എല്ലാവർക്കും എല്ലാം മനസ്സിലാവണമെന്നില്ലല്ലോ, പക്ഷെ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനൊരു ഡിഗ്രി സ്റ്റുഡൻ്റാണ്. അപ്പോൾ എൻ്റെ ബേസായിട്ട് കുറച്ച് കാര്യങ്ങളും ഈ ചാനലിലിടും. അപ്പോൾ ഡെയിലി വ്ളോഗ്സ് ഒന്നും ഉണ്ടാവില്ല, ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ഞാൻ ഇതിലെല്ലാം ഇടലുണ്ട്. ഇപ്പോൾ വാഴ സിനിമയുടെ മറ്റേ ഷോർട്സ് ആണെങ്കിലും എല്ലാം ഞാൻ ഇൻസ്റ്റഗ്രാമിലിടും, ഇതിലിടും. അതേപോലെ തന്നെ എനിക്ക് ഇന്ന കണ്ടൻ്റ് ഒന്നുമില്ല, കിട്ടുന്ന കണ്ടൻ്റെല്ലാം ഞാനിടും. അങ്ങനെയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. യൂട്യൂബ് ജേണി തുടങ്ങിയിട്ട് ഒരു കൊല്ലമായി, 1-2 വർഷമായി. പക്ഷെ ആദ്യമൊന്നും എൻ്റെ വീഡിയോന് ഒരു ക്ലിക്കും ആയിട്ടില്ല, ഒരു വ്യൂസ് പോലും ഉണ്ടായിട്ടില്ല. ഒരു വീഡിയോ ഇട്ടാൽ തന്നെ 10-50, കൂടിപ്പോയ 50 ആൾക്കാർ വരെയാണ് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടുണ്ടായത്. ആ ഒരു ഇന്ന് ഇപ്പോൾ കുറച്ച് മാസമായിട്ട് ഞാൻ ഇടാൻ തുടങ്ങിയതിന് കുറച്ചെങ്കിലും ക്ലിക്കാവുന്നുണ്ട്. ഒരു 1000 വ്യൂസിൽ കൂടുതൽ പോകുന്നുണ്ട്. അത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ കുറേ ആളിപ്പോൾ ഈ 2026 യൂട്യൂബ് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. അവരോടെല്ലാം എനിക്ക് പറയാനുള്ളത്, എന്നെങ്കിലും നമുക്ക് വീഡിയോ ക്ലിക്കാവും. അതുകൊണ്ട് ആരും ക്ലിക്കാവില്ല എന്ന് വെച്ചിട്ട് ആരും തുടങ്ങാണ്ടിരിക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം പിന്നെ എല്ലാവരും വീഡിയോ ഇടണം, ഷോർട്സ് ഇടണം. എപ്പോഴെങ്കിലും ഒരു ദിവസം അത് ക്ലിക്കാവും, നിങ്ങൾക്ക് നല്ലൊരു രീതിയിലേക്ക് എത്തും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ ഇതുവരെ എത്തിയിട്ടില്ല, ഞാൻ വലിയ ഡയലോഗെല്ലാം അടിക്കുന്നത് മാത്രം. എത്തുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ കോളേജിലാണെന്നുണ്ടെങ്കിൽ കോളേജിലത്തെ വീഡിയോസ് ഇടും, അതേപോലെ തന്നെ വീട്ടിലാണെങ്കിൽ വീട്ടിൻ്റെ കുക്കിംഗ് വീഡിയോസ് ഇടും. അങ്ങനെ ഇല്ലാത്ത കണ്ടൻറ്റും ഇല്ല കണ്ടൻറ്റും എല്ലാം ഞാൻ പറക്കിയിടും ഇതിൽ. അതുകൊണ്ട് എല്ലാ കണ്ടൻറ്റും എൻ്റെ വീഡിയോയിൽ ഉണ്ടാവും എന്നാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് 2 പ്രോഡക്ട്സിൻ്റെ റിവ്യൂ പറയാനാണ്. ജെന്യൂനായിട്ടുള്ള റിവ്യൂ ആണ്. ഞാൻ കുറച്ച് നാൾ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ അങ്ങനെയല്ല, പ്രൊമോഷനൊന്നും ആയിട്ടല്ല റിവ്യൂ ഇടുന്നത്. അല്ലാണ്ട് തന്നെ എൻ്റെ പേഴ്സണലി ഇല്ലേ, എനിക്ക് യൂസ് ചെയ്തിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഞാൻ 2 പ്രൊഡക്റ്റാണ്. അധികം ഞാൻ സ്കിൻ കെയറും ബ്യൂട്ടി കെയറൊന്നും ചെയ്യാത്ത ആളാണ്. ഞാൻ അങ്ങനെ കുറേ മേക്കപ്പ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന ആളല്ല. അതേപോലെ തന്നെ നൈറ്റ് സ്കിൻ കെയർ ചെയ്യലില്ല. അങ്ങനെ എന്നാലും അത്യാവശ്യം അതന്നെ ഈ ഫ്രണ്ട്സൊക്കെ നിർബന്ധിച്ചിട്ടാണ് ഇടൽ. ആകെ ഞാൻ ഇടുന്നത് എന്ന് വെച്ചാൽ, ഇപ്പോൾ പുറത്ത് പോകുമ്പോഴാണെങ്കിൽ ആകെ ഇടുന്നത് ഒരു മോയ്സ്ചറൈസർ, പിന്നെ സൺസ്ക്രീം, പിന്നെ ഒരു ഐലൈനർ, ലിപ്സ്റ്റിക്ക്, പൗഡർ, അത്ര തന്നെ. അല്ലാണ്ട് ഓവറായിട്ട് ഞാൻ അധികം ഒന്നും ഇടലില്ല. പിന്നെ നൈറ്റിലാണെന്നുണ്ടെങ്കിലും അങ്ങനെയൊന്നുമില്ല. നൈറ്റിലാണെന്നുണ്ടെങ്കിൽ കുളിക്കുമ്പോൾ ഒന്ന് ഫേസ് വാഷ് ചെയ്യും, നൈറ്റ് കിടക്കും, രാവിലെ എണീക്കും, ഇതന്നെ. സൺസ്ക്രീൻ ഇടും, മോയ്സ്ചറൈസർ ഇടും. അങ്ങനെയാണ് ഞാൻ ഡെയിലി റുട്ടീൻ കൊണ്ടുപോകല്. അല്ലാണ്ട് അധികം ഡെയിലി മേക്കപ്പ് പ്രൊഡക്ട്സോ അല്ല എന്താ പറയല് ഡെയിലി നൈറ്റ് കെയറോ അങ്ങനെയൊന്നുമില്ല. ഞാൻ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ളത് പർപ്പിൾ നിന്നാണ്. പർപ്പിള്, അതായത് ഞാൻ കണ്ണൂരാണ് പഠിക്കുന്നത്. അപ്പോൾ കണ്ണൂർ പർപ്പിളിൻ്റെ ഷോപ്പ് ഉണ്ട്, അവിടെ നിന്നാണ് അധികം വാങ്ങിയത്. ഇപ്പോൾ സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ പർപ്പിൾ നിന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടില്ലേ. പർപ്പിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കത്തിയിട്ടുണ്ടാവും. ഇതാണ് സൺസ്ക്രീൻ, ഡെർമടോക്കിൻ്റെ സൺസ്ക്രീനാണ് ഇത്. SPF 15 PA++ ആണ്. നല്ല സൺസ്ക്രീനാണ്. എൻ്റെ യൂസ് വെച്ചിട്ട് പറയാമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ സൺസ്ക്രീൻ കൊണ്ട് നല്ല ഉപയോഗമാണ് ഉണ്ടായത്. എന്താ വെച്ചാൽ അധികം വൈറ്റ് കാസ്റ്റ് ഇല്ല, പിന്നെ പെട്ടെന്ന് അബ്സോർബ് ആവും ഉള്ളിലേക്ക്. അതേപോലെ തന്നെ എന്താ വെച്ചാൽ ഞാൻ 2 നേരമാണ് ഇടൽ, ഒന്ന് രാവിലെ, ഒന്ന് ഉച്ചയ്ക്ക് ശേഷം. അത് ഉച്ചയ്ക്ക് ശേഷം ആണെങ്കിൽ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ രാവിലെ എന്തായാലും മസ്റ്റായിട്ട് ഇടും. എന്തെങ്കിലും പണിയെല്ലാം കഴിഞ്ഞിട്ട് എന്താ വെച്ചാൽ ഒന്ന് ഫേസ് വാഷ് ചെയ്ത് ഫസ്റ്റ് ഇടും. ഫസ്റ്റ് ഇതാണ് മോയ്സ്ചറൈസറാണ് ഇടുന്നത്. ഇത് ഓൺലൈനിൽ ഞാൻ വാങ്ങിച്ചതാണ്, ഫോക്സ് ടെയിലിൻ്റെ മോയ്സ്ചറൈസറാണ്. ഇതും എനിക്ക് വലിയ പ്രത്യേകിച്ച് പിമ്പിൾസ് വരുമോ. മുമ്പ് ഞാനൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിരുന്നു,
പോൺസ് എനിക്ക് അത്ര പിടിച്ചിട്ടില്ല. എല്ലാവർക്കും നല്ലതാണ്, ഞാൻ കുറ്റം പറയുന്നല്ല. ചിലപ്പോൾ എൻ്റെ സ്കിൻ അത്ര സ്യൂട്ടാവാത്തതുകൊണ്ടായിരിക്കും എനിക്കത് പിടിക്കാത്തത്. അതിലെനിക്ക് ജസ്റ്റ് ഓരോരു എന്താണെന്ന് വെച്ചെങ്കിൽ അത് ഇട്ട് ഒരു 2 ദിവസം കഴിയുമ്പോൾ ഒരു പിമ്പിൾ വന്നു. എന്നിട്ട് അത് നിർത്തി. ഞാൻ ആദ്യം വിചാരിച്ചു അതിൻ്റെ പ്രശ്നമായിരിക്കില്ല, എൻ്റെ സ്കിന്നിന് എന്തെങ്കിലും പുറത്ത് പോയിട്ട് എന്തെങ്കിലും ചൂടായിട്ട് അങ്ങനെ ചൂടൂരി വരുന്നതാണ്. പിന്നെ ഞാനിത് നിർത്തി നോക്കി, പിന്നെ ഒരു പിമ്പിൾസ് വരുന്നില്ല. അങ്ങനെ ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചാണ് ഫോക്സ്റ്റൈലിൻ്റെ മോയ്സ്ചറൈസർ. ഇത് പെട്ടെന്ന് അബ്സോർവ് ആവും, കൊള്ളാം, നല്ല സാധനമാണ്, എനിക്ക് നല്ല ഇഷ്ടമായി. ഇതെന്ന് വെച്ചെങ്കിൽ ഒരു എന്തെന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ജെല്ലും അല്ല ക്രീമും അല്ല, ആ ഒരു ടൈപ്പാണ്. നല്ല വേഗം പെട്ടെന്ന് അബ്സോർവ് ആവും. എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് ഓൾ സ്കിന്നിനും ചേരുന്നതെന്ന് ഇതിൽ കാണിക്കുന്നില്ല. 100 ml ആണ്. കൂടാതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, ആർക്കും വാങ്ങിക്കാം. എത്ര 400 രൂപയാണ്. അങ്ങനെയല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് വെച്ചെങ്കിൽ 500 മോയ്സ്ചറൈസറിലും ഉണ്ട്. അതിനെക്കാട്ടിയും അപേക്ഷിക്കുമ്പോൾ ഒരു നല്ല മോയ്സ്ചറൈസറാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. എൻ്റെ സ്കിന്നിന് നല്ലതാണ്. പിന്നെ അത് കഴിഞ്ഞ് മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സൺസ്ക്രീൻ, ഡെർമടോക്കിൻ്റെ സൺസ്ക്രീൻ ഇടുന്നത്. ഇത് ഇടാൻ തന്നെ ഒരു നല്ല രസമാണ്, തെറിച്ച് കുറയല്ല. എന്തെന്ന് വെച്ചാൽ ഒരു പർപ്പിൾ കളറിലല്ലേ, അപ്പോൾ പിന്നെ പെട്ടെന്ന് എന്തെന്ന് വെച്ചെങ്കിൽ കാണുമ്പോഴൊരു ഇത് പ്രത്യേകിച്ച് വേണമെന്നില്ല, എന്നാലും എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇതാ കയ്യിൽ ഞാനിട്ട് കാണിക്കാം. ഇതാ പെട്ടെന്ന് അബ്സോർവ് ആവും. വൈറ്റ് കാസ്റ്റ് അങ്ങനത്തെ ഒന്നുമില്ല. അത് നമുക്കൊരു പെട്ടെന്നൊരു തിളക്കം, ബ്രൈറ്റ് ചെയ്ത പോലെ തോന്നും. കുറച്ച് സമയമല്ലേ ഉണ്ടാവും ബ്രൈറ്റ്നെസ്, പിന്നെ അത് ഉള്ളിലേക്ക് അബ്സോർവ് ആകുമ്പോൾ അതെല്ലാം പോകും. പക്ഷെ ഇതിനെ കൊണ്ട് ഓയിൽ ടൈപ്പോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഏകദേശം ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിലും നല്ല നല്ല ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്തിട്ടില്ലേ. ടൈറ്റാനിയം ഡയോക്സൈഡ്, പിന്നെന്താ കുറേ ഉണ്ട്. ടൈറ്റാനിയം ഡയോക്സൈഡ്, പിന്നെ കുറേ എന്തെല്ലാം ഉണ്ട്. ഇതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ സൺസ്ക്രീൻ മേടിച്ചത്. ഞാൻ കുറേ ഇങ്ങനെ ടെസ്റ്റ് എന്തെന്ന് വെച്ചെങ്കിൽ എല്ലാവരോടും ചോദിക്കും, ആ സൺസ്ക്രീൻ നല്ലതോ ഇതോ. പിന്നെ പൈസ നോക്കും, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ എന്ന് നോക്കണ്ടേ. ഇത് ആപ്പിൽ വാങ്ങിക്കുമ്പോൾ കുറച്ചും കൂടി കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആപ്പിൽ കുറച്ചും കൂടി ഡിസ്കൗണ്ടും കാര്യമെല്ലാം വരുമ്പോൾ ഡെർമടോക്കിൻ്റെ ഈ സൺസ്ക്രീന് കുറച്ച് പൈസ കുറവായിട്ട് തോന്നും. ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവാണ്. ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കുമ്പോൾ ഇത്രയും 425 രൂപയുണ്ട്. അതേസമയം നമ്മൾ ഈ പർപ്പിളിൻ്റെ ഓൺലൈൻ ആപ്പിൽ വാങ്ങിക്കുമ്പോൾ അത്രയില്ല, ഒരു 350 ആ ഒരു സംതിങ് റേഞ്ചിലാണ് വരുന്നത്. അതിൽ വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായിട്ടില്ല ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ. ഷോപ്പിലും ഓൺലൈൻ ആപ്ലിക്കേഷനിൽ കമ്പയർ ചെയ്യുമ്പോൾ പൈസ കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ വിചാരിച്ചു രണ്ടിനും സെയിം ആയിരിക്കും, രണ്ടിലും വിചാരിച്ചിട്ടാണ് ഞാൻ ഷോപ്പിൽ പോയി വാങ്ങിച്ചത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായി ഇത് രണ്ടും വേറെ വേറെയാണ് മനസ്സിലായത്. പൈസ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഡിഫറെൻ്റ് ഉണ്ട്. ആപ്പിലായാലും ഇതേപോലെ തന്നെ ഇപ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ ഷോപ്പിൽ പോയിട്ട് വാങ്ങിച്ചെങ്കിലും. പിന്നെ ഇതിൽ പറയാനുള്ളത് സ്കിൻ ടോൺ ബാലൻസ് ചെയ്ത് നിൽക്കും, ബ്രൈറ്റായി നിൽക്കും എന്നെല്ലാം പറയുന്നുണ്ട്. ശരിയാണ്, കുറച്ച് സമയത്തേക്ക് വെക്കും. എന്നാലും നമുക്ക് കൊടുക്കുന്ന പൈസക്ക് വേർത്താണ്. അതേപോലെ തന്നെ ഇതിനെ കൊണ്ട് നമുക്ക് നഷ്ടം എന്ന് പറയാനൊന്നുമില്ല. ഫേസിനാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. ഞാൻ അറിഞ്ഞെടുത്ത് വെച്ച് ഞാൻ ചോദിച്ചവർക്കെല്ലാം നല്ല അഭിപ്രായമാണ് ഇതിനെക്കുറിച്ചിട്ട്. ഇതിനെക്കുറിച്ച് അധികമൊന്നും അഭിപ്രായം ആരും മോശമായിട്ട് പറഞ്ഞിട്ട് ഇല്ല. ഇതിനു മുമ്പ് ഞാൻ വേറൊരു സൺസ്ക്രീൻ യൂസ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. അത് കുറച്ച് എക്സ്പെൻസീവാണ്. അപ്പോൾ പിന്നെ വീട്ടുകാരെ ഇതിൽ വാങ്ങിച്ചതാണ്. അതെന്ന് വെച്ചെങ്കിൽ 1000 സംതിങ്ങിൻ്റെ ആയിരുന്നു. ഓഫറിന് ഞാൻ വാങ്ങിച്ചത്. മറ്റേ നിങ്ങൾക്ക് അറിയായിരിക്കും, റെജിനാൾഡ് മെൻ. എൻ്റെ കയ്യിൽ ഇപ്പോൾ കാണിക്കാനില്ല, കയ്യിൽ കാണിക്കാനുണ്ടെങ്കിൽ ഞാൻ കാണിച്ചേനെ. അത് റെജിനാൾഡ് മെൻ ആയിരുന്നു. അത് എന്താണെന്ന് വെച്ചെങ്കിൽ പെട്ടെന്ന് അബ്സോർവ് ആവും. പക്ഷേ എനിക്കത് പറയുന്ന ഇതിൽ ഗ്ലൂട്ടാത്തയാണ് അങ്ങനെ എന്തോ ഉണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ നല്ല ഗ്ലോ കിട്ടുന്നില്ല എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് വലിയ ഗ്ലോ കിട്ടിയതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഭയങ്കര എക്സ്പെൻസീവാണ്. 1500 സംതിങ് ഉണ്ട് 2 എണ്ണത്തിനോട്ടോ. അതിൻ്റെ സൈറ്റിൽ കയറിപ്പോയെങ്കിൽ ഓഫറും കാര്യമെല്ലാം ഉണ്ടെന്ന് കാണിക്കലുണ്ട്. എന്നാലും എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞാനത് നിർത്തി. റിസൾട്ട് ഉണ്ടോ എന്ന് വെച്ചെങ്കിൽ എനിക്ക് വലിയ റിസൾട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ പൈസക്ക് വേർത്താണോ എന്ന് ചോദിച്ചെങ്കിൽ വേർത്ത് ഇടുമ്പോൾ ഞാൻ 2 കാര്യം ശ്രദ്ധിക്കലുണ്ട്. ഇപ്പോൾ
ഫോക്സ്റ്റൈലിൻ്റെ മോയ്സ്ചറൈസർ ആണെങ്കിൽ ആദ്യം ഇട്ട് അത് അബ്സോർവായി കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യൽ ഞാൻ ഡെർമറ്റോക്കിൻ്റെ. എന്തെന്ന് വെച്ചെങ്കിൽ പെട്ടെന്ന് തന്നെ മേലെ മേലെ ഇട്ടാൽ ചിലപ്പോൾ അത് മിക്സായി എന്തെങ്കിലും ഇറിറ്റേഷൻ വരും, അങ്ങനെ ഡൗട്ട് ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാം കുറച്ച് ഇട്ടിട്ട് അത് അബ്സോർവ് ആയിട്ടാണ് നെക്സ്റ്റ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യൽ. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആകെ 2 യൂസ് ചെയ്യലുള്ളൂ, പിന്നെ അതിൻ്റെ മുകളിൽ പൗഡർ ഇട്ടാലായി ഇട്ടിട്ടെങ്കിലായി, അങ്ങനെയാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ നെക്കിലും കൂടി അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ പകുതി മാത്രം എന്തോ ഒരു ഗ്ലോ വന്ന പോലെയും പകുതി കറുത്തിട്ടും അങ്ങനെയാണ്. ഞാൻ എന്താണെന്ന് വെച്ചെങ്കിൽ ഒരു മീഡിയം സ്കിൻ ടോണാണ്, അപ്പോൾ പിന്നെ പകുതി കറുത്തിട്ടും പകുതി വെളുത്തിട്ടും എന്നെല്ലാം കാണുമ്പോൾ എനിക്ക് എന്തെല്ലാവും, അതുകൊണ്ട് ഞാൻ നെക്കിലും കൂടി അപ്ലൈ ചെയ്യലുണ്ട്. ഈ 2 പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. വാങ്ങിക്കാതിരിക്കുമോ നിങ്ങളിഷ്ടം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് നല്ലതാണ്. നിങ്ങൾക്ക് ഇനി കൂടുതൽ അറിയണമെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്താൽ ഇതിൻ്റെ ഡീമെറിറ്റ്സും നല്ല വശമെല്ലാം കാണും. അപ്പോൾ ഇത് ഇത്രയാണെന്ന് എനിക്ക് പറയാനില്ല ഈ പ്രൊഡക്ട്സിനെ കുറിച്ചിട്ട്. പിന്നെ ഡെയിലി ഇങ്ങനത്തെ എന്തെങ്കിലും പ്രൊഡക്ട്സ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ജെന്യൂനായ റിവ്യൂ ഞാൻ ഇതിലേക്ക് ഇടുന്നതായിരിക്കും. പിന്നെ ഓവർ പ്രൊഡക്ട്സ് ഒന്നും ഞാൻ യൂസ് ചെയ്യലില്ല. എന്നാലും വാങ്ങിക്കുന്ന പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഡ്രസ്സിൻ്റെ ആണെങ്കിലും ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഷോർട്സ് ആയിട്ടും വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ക്ലിക്കായ അടുത്ത വീഡിയോ ഞാൻ പെട്ടെന്ന് ഇടുന്നതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഇടും, ഷോർട്സ് ആയിട്ട് ഇടും. ഞാൻ എല്ലാ കണ്ടൻറ്റും ഇതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇഷ്ടമായ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഫോളോ ചെയ്യണം, ഇൻസ്റ്റാഗ്രാമിലല്ല ഇത്. ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ എന്താണെന്ന് വെച്ചെങ്കിൽ ഓരോ വീഡിയോയും എടുത്ത് നിങ്ങൾക്ക് എന്താ പറയല്, എന്തോ പേരുണ്ടല്ലേ, നല്ല അഭിപ്രായം കമൻറ്റ് ചെയ്യണം. പിന്നെന്ത് മോശം കമൻറ്റും ഇടാം. അങ്ങനെയല്ല, വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും മോശമായിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് വീഡിയോയിൽ കമൻ്റ് ആയിട്ട് ഇടണം. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.